ജയശങ്കർ വളരെ വ്യക്തമായിട്ട് മറ്റൊരു ഇടത്ത് ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന അങ്കിത് ഘോഷ്, അശോകൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ വർഷവും ഇതുപോലെ പൂര സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. ഇത്തവണ അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കാലം ആ വിഷയം ചർച്ച ചെയ്യണ്ടായിരുന്നു. വെടി പോലെ വന്നപ്പോ നിങ്ങൾ അതിനകത്ത് ബ്ലഡ് സ്മെല്ല് ക്ലാരിറ്റി വേണം. അപ്പോ എന്റെ ചോദ്യം ഇതാണ് പറയുന്നത്, കോടതി ഉത്തരവ് അനുസരിച്ച് അവിടെ പോലീസിനെ സംബന്ധിച്ച് നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് താങ്കൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് കുറെ വർഷങ്ങളായി അങ്കിത് അശോകൻ മുമ്പ് ഇത് ചെയ്തു, പോലീസിന്റെ ഭാഗത്ത് കുറെ കാലമായി പ്രശ്നമുണ്ടെന്ന്. ഇതെങ്ങനെയാണ് ഇത് പൊരുത്തപ്പെടുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. കാരണം ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഇതിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പണിയെടുക്കുന്നുണ്ട്.